ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. ചിറ്റാഗോങ്ങിൽ ഹിന്ദു കുടുംബങ്ങളുടെ വീടുകൾ കത്തിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞയാഴ്ച തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇപ്പോൾ വ്യാപകമായി തന്നെ ഹിന്ദുക്കൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ദീപു ചന്ദ്രദാസിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തനിക്ക് ബംഗ്ലാദേശിൽ താമസിക്കാൻ ഭയമാണ് എന്നും വേണ്ട രീതിയിൽ ഇന്ത്യ സഹായിക്കുകയാണെങ്കിൽ താൻ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുമെന്നും പറയുകയാണ് ചെയ്തത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട്. ക്രൂരമായ പീഡനങ്ങൾക്കും അവർ ഇരയായിട്ടുണ്ട്. എന്നാൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന തലവൻ മുഹമ്മദ് യൂനസ് ആകട്ടെ ഒരിക്കൽ പോലും ഇവരുടെ ഈ ആക്രമണത്തിനോ ക്രൂരതകൾക്കെതിരെയോ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇന്നും അവർക്ക് വേണ്ടി ഒരക്ഷരം പോലും യൂനസ് മിണ്ടുന്നില്ല എന്നതാണ് വാസ്തവം. ആയതിനാൽ തന്നെയാകണം ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നതായി തന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ക്രൂരമായ അതിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞയാഴ്ചയാണ് തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ചിറ്റാഗോങ്ങിൽ ഇത്തരത്തിൽ അവർക്ക് നേരെ ആക്രമണം നടത്തുകയും വീടുകൾ കത്തിക്കുകയും ചെയ്തത്. ഏറ്റവും അപകടകരമായ കാര്യം വീടുകൾ പുറത്തുനിന്ന് പൂട്ടിയതിനു ശേഷമാണ് ഇവർ കത്തിച്ചത് എന്നതാണ്. അതായത് പ്രാദേശിക സ്രോതസ്സുകളും ഇരകളുടെ കുടുംബങ്ങളും പറയുന്നതനുസരിച്ച് ചില അജ്ഞാത ഇസ്ലാമിക അക്രമികൾ ഹിന്ദു സമൂഹത്തിലെ നിരവധി വീടുകൾ പുറത്തുനിന്ന് പൂട്ടി അവ കത്തിച്ചു എന്നതാണ്. അതേസമയം വീടുകൾക്കുള്ളിൽ നിന്ന് തന്നെ അവരെ കത്തിച്ച് ആളുകളെ കൊല്ലുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നും പറയുന്നു. എന്നിരുന്നാൽ പോലും വീടുകൾ മണ്ണുകൊണ്ടുള്ള വീടുകളായതിനാൽ തന്നെ ആളുകൾ എങ്ങനെയോ പുറത്തിറങ്ങി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നതാണ്. അതേസമയം പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് തന്നെ മുസ്ലിം അക്രമികളുടെ സംഘം വീടുകളുടെ പുറത്ത് അവർ അത് പൂട്ടിയതിനു ശേഷം പെട്രോൾ ഒഴിച്ചുകൊണ്ട് തീയിടുകയാണ് ചെയ്തത് എന്നതാണ്. അകത്തുണ്ടായിരുന്നവരാകട്ടെ വാതിലുകൾ തകർത്തോ അല്ലെങ്കിൽ തന്നെ പിൻവാതിലുകളിലൂടെയോ രക്ഷപ്പെട്ടതായി തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഭവത്തെ തുടർന്ന് തന്നെ പ്രദേശത്ത് ഭരഭ്രാന്തി നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങളാകട്ടെ താൽക്കാലിക ഷെൽട്ടറുകളിൽ അഭയം തേടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ മുഹമ്മദ് യൂനസിനെ കുറ്റപ്പെടുത്തി പ്രശസ്ത എഴുത്തുകാരി തസ്ലീമ നസ്രിൻ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഹിന്ദു വിരുദ്ധർക്കും ക്രൂരമായ മുസ്ലിങ്ങൾക്കുമെതിരെ യൂനസ് നടപടിയെടുക്കുമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ചിറ്റാഗോങ്ങിലാകട്ടെ ക്രൂരമായ മുസ്ലിങ്ങളാകട്ടെ ഹിന്ദു വീടുകളുടെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടി അവിടെ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. വീടുകൾ ചാരമായിരിക്കുകയാണ്. ജീവൻ രക്ഷിക്കാൻ ഹിന്ദുക്കളാകട്ടെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തിയത്. എന്തു പ്രതീക്ഷയോടെയാണ് അവർ വീടുകൾ പുനർനിർമ്മിക്കുക? ഹിന്ദു വിരുദ്ധരായ ക്രൂരമായ മുസ്ലിങ്ങൾക്കെതിരെ യൂനസ് നടപടിയെടുക്കുമോ എന്നും ഹിന്ദുക്കൾക്ക് നഷ്ടപരിഹാരം നൽകുമോ എന്നും അതോ വാർത്ത വിദേശത്തേക്ക് പടർന്നിട്ടില്ലാത്തതിനാൽ തന്നെ അദ്ദേഹം അത് അവഗണിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.